നെസ്റ്റഡ് ലൂപ്സ്. എന്താണ് നെസ്റ്റിംഗ്? നെസ്റ്റഡ് ഇഫ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഒരു ഇഫ് ബ്ലോക്കിൽ മറ്റൊരു ഇഫ് വരിക. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലൂപ്പ് ബോഡിയിൽ മറ്റൊരു ലൂപ്പ് വരിക. നമുക്ക് ഫോറിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഫോർ i ഈസ് ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, i പ്ലസ് പ്ലസ് സി ഔട്ട് /n i. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് പറയാമോ? പെട്ടെന്ന് നോക്കി പറയാനായിട്ട് സാധിക്കാത്തവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ടേബിൾ വരച്ച് ഒന്ന് എഴുതി നോക്കുക. എങ്ങനെയാണ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഫോറിൻ്റെ വർക്കിംഗ് നമുക്കറിയാം. ആദ്യം ഇനിഷ്യലൈസേഷൻ നടക്കും, കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടീഷൻ്റെ വാല്യൂ ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അപ്ഡേഷൻ നടക്കും. വീണ്ടും കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും, ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അപ്ഡേഷൻ നടക്കും അല്ലേ? ഇങ്ങനെയാണ് നടക്കുക. അപ്പോൾ ഐയുടെ വാല്യൂ 1 ആണ്, 1 5ലും ചെറുതാണ്, 1 ഡിസ്പ്ലേ ചെയ്യും. ഐയുടെ വാല്യൂ 2 ആകും, 2 5ലും ചെറുതാണ്, 2 ഡിസ്പ്ലേ ചെയ്യും. ഐയുടെ വാല്യൂ 3 ആകും, 3 5ലും ചെറുതാണ്, 3 ഡിസ്പ്ലേ ചെയ്യും. ഐ 4 ആകും. ഇങ്ങനെ എവിടെ വരെ എത്തും? ഐയുടെ വാല്യൂ 5 ആകും, 5 ഡിസ്പ്ലേ ചെയ്യും. ഐയുടെ വാല്യൂ 6 ആകും, 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ഫോൾസ് ആയി ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് ഔട്ട്പുട്ടായി ലഭിച്ചു. അപ്പോൾ നമുക്ക് ഫോറിൻ്റെ വർക്കിംഗ് നന്നായിട്ട് അറിയാം അല്ലേ? ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കുക. ഫോർ i ഈസ് ഈക്വൽ ടു 1, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, i പ്ലസ് പ്ലസ് സി ഔട്ട് /n i. ഫോർ j ഈസ് ഈക്വൽ ടു 1, j ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, j പ്ലസ് പ്ലസ് സി ഔട്ട് /k hello. ഇവിടെ എന്താണ് ചെറിയൊരു വ്യത്യാസം? ലൂപ്പ് ബോഡിയിൽ മറ്റൊരു ലൂപ്പ് വന്നിരിക്കുന്നു അല്ലേ? ഈ അകത്തുള്ള ലൂപ്പിനെ, ഒരു ലൂപ്പ് ബോഡിയുടെ അകത്തുള്ള ലൂപ്പിനെ നമ്മൾ ഇന്നർ ലൂപ്പ് എന്ന് വിളിക്കും, പുറമേയുള്ള ലൂപ്പിനെ ഔട്ടർ ലൂപ്പ് എന്ന് വിളിക്കും. അപ്പോൾ ഔട്ടർ ലൂപ്പിലുള്ള ലൂപ്പ് കൺട്രോൾ വേരിയബിൾ i ആണ്, ഇന്നർ ലൂപ്പിലുള്ള ലൂപ്പ് കൺട്രോൾ വേരിയബിൾ j ആണ്. നമുക്ക് ഒരു ടേബിൾ വരച്ച് ഈ ലൂപ്പിൻ്റെ വർക്കിംഗ് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ടേബിളിൽ ഏതൊക്കെ കോളംസ് ആണ്? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയ i, കണ്ടീഷൻ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ലൂപ്പ് ബോഡിയിൽ വരുന്ന സി ഔട്ട് /n i, ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ j, ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ j ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി സി ഔട്ട് /t hello, ഇന്നർ ലൂപ്പിൻ്റെ അപ്ഡേഷൻ j പ്ലസ് പ്ലസ്, ഔട്ടർ ലൂപ്പിൻ്റെ അപ്ഡേഷൻ i പ്ലസ് പ്ലസ്. ഇത്രയും കോളംസ് ആണ് ഈ ടേബിളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലൂപ്പിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിളായ i ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. i ഈസ് ഈക്വൽ ടു 1, കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ട്രൂ ആണ്, ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പ് ബോഡി എന്ന് പറയുമ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ്. സി ഔട്ട് /n i, /n എന്തിനാണ്? നെക്സ്റ്റ് ലൈനിലേക്ക് പോയി ഐയുടെ വാല്യൂ ആയ 1 ഡിസ്പ്ലേ ചെയ്യും. ഒന്ന് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഇത് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ 1 ഡിസ്പ്ലേ ചെയ്തു. ഇനി എന്താണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ്? ഒരു ലൂപ്പാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിളായ j ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. jയുടെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യും, കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണ്, ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അതായത് ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. /t ഒരു ടാബ് സ്പേസ് ഇട്ടിട്ട് ഹലോ ഡിസ്പ്ലേ ചെയ്യും. ഇന്നർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. jയുടെ വാല്യൂ 1 എന്നുള്ളത് 2 ആകും. കണ്ടീഷൻ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണ്. ലൂപ്പ് ബോഡി, ഇന്നർ ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും, ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. jയുടെ വാല്യൂ 2ൽ നിന്ന് 3 ആയി മാറും. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോൾസ് ആണ്. കണ്ടീഷൻ ഫോൾസ് ആയി, ഇന്നർ ലൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിച്ചു. ഔട്ടർ ലൂപ്പിൻ്റെ പ്രവർത്തനം തുടരും. ഇനി ഔട്ടർ ലൂപ്പിൽ ലൂപ്പ് ബോഡിയിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. എന്ത് സംഭവിക്കും? ഔട്ടർ ലൂപ്പിൻ്റെ അപ്ഡേഷൻ നടക്കും. ഐയുടെ ഇപ്പോഴത്തെ വില 1 ആണ്, 1 + 1 ഐയുടെ വില 2 ആയി മാറും. വീണ്ടും ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ട്രൂ ആണ്. ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ഐയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും 2. അതിനുശേഷം ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ j വീണ്ടും ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. jയുടെ വില 1 ആയി. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണ്. ലൂപ്പ് ബോഡി, ഇന്നർ ലൂപ്പ് ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യപ്പെടും, ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിളായ j അപ്ഡേറ്റ് ചെയ്യപ്പെടും. jയുടെ ഇപ്പോഴത്തെ വില 1 ആണ്. ആ 1 എന്തായി മാറും? 2 ആയി മാറും. വീണ്ടും കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ട്രൂ ആണ്.
ഇന്നർ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്ത് ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ജെയുടെ വില അപ്ഡേറ്റ് ചെയ്യപ്പെടും. ജെ 2ൽ നിന്ന് 3 ആയി മാറും. വീണ്ടും കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 3 ≤ 2 ഫോൾസ് ആണ്. ഇന്നർ ലൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നു. വീണ്ടും എന്താണ്, ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിയും കഴിഞ്ഞു. ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഐയുടെ ഇപ്പോഴത്തെ വില 2 ആണ്. 2ൻ്റെ കൂടെ ഒന്നുകൂടെ കൂടിയായി 3 ആകും. 3 ≤ 3 കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. കണ്ടീഷൻ്റെ വാല്യൂ ട്രൂ ആണ്. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. /n അടുത്ത വരിയിലേക്ക് വന്ന് 3 ഡിസ്പ്ലേ ചെയ്യും. ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ജെയുടെ വാല്യൂ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണ്. ഹലോ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. 2 ആകും. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണ്. വീണ്ടും ലൂപ്പ് ബോഡി ഇന്നർ ലൂപ്പ് ബോഡി ഹലോ ഡിസ്പ്ലേ ചെയ്യും. ജെയുടെ വില 3 ആകും. 3 ≤ 2 കണ്ടീഷൻ ഫോൾസ് ആയി. ഇന്നർ ലൂപ്പിൻ്റെ പ്രവർത്തനം വീണ്ടും അവസാനിച്ചു. ഔട്ടർ ലൂപ്പ് ബോഡിയിലെ സ്റ്റേറ്റ്മെൻറ്റ്സും കഴിഞ്ഞു. ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഐയുടെ വില ഇപ്പോൾ 3 ആയിരുന്നു, അത് 4 ആയി മാറും. ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടും. 4 ≤ 3 ഫോൾസ് ആണ്. ഔട്ടർ ലൂപ്പിൻ്റെയും പ്രവർത്തനം അവസാനിക്കും. കണ്ടീഷൻ ഫോൾസ് ആയി. ഇപ്പം നമുക്ക് ഔട്ട്പുട്ട് എന്താണ് കിട്ടിയിരിക്കുന്നത്? 1 ഹലോ ഹലോ, 2 ഹലോ ഹലോ, 3 ഹലോ ഹലോ അല്ലേ? അപ്പോൾ ഓരോ തവണ ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇത് ഔട്ടർ ലൂപ്പിൻ്റെ ഒരു എക്സിക്യൂഷനാണ്. ഓരോ തവണ ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇന്നർ ലൂപ്പ് മുഴുവൻ തവണയും എക്സിക്യൂട്ട് ചെയ്യപ്പെടും, കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ഔട്ടർ ലൂപ്പിൻ്റെ നെക്സ്റ്റ് ഐട്രേഷൻ അടുത്ത തവണ ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടൈം എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത തവണ ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഒരു തവണ ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇന്നർ ലൂപ്പ് ഫുൾ എക്സിക്യൂഷൻ നടക്കും. അപ്പോൾ ഇവിടെ ഔട്ടർ ലൂപ്പ് 3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇന്നർ ലൂപ്പ് എത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്തു? ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഇന്നർ ലൂപ്പ് 2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്തു. 3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഇന്നർ ലൂപ്പ് ടോട്ടലി എത്ര തവണ എക്സിക്യൂട്ട് ചെയ്തു? 3 × 2 6 ടൈംസ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇത്രയും കേട്ട കാര്യങ്ങൾ, നെസ്റ്റിംഗ് എന്നാൽ ഒരു ലൂപ്പ് ബോഡിയിൽ മറ്റൊരു ലൂപ്പ് വരിക, പുറമേയുള്ള ലൂപ്പിനെ നമ്മൾ ഔട്ടർ ലൂപ്പ് എന്നും അകത്ത് വരുന്ന ലൂപ്പിനെ ലൂപ്പ് ബോഡിക്ക് അകത്ത് വരുന്ന ലൂപ്പിനെ നമ്മൾ ഇന്നർ ലൂപ്പ് എന്നും വിളിക്കും. ഔട്ടർ ലൂപ്പ് ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോഴും ഇന്നർ ലൂപ്പ് മുഴുവൻ തവണയും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. 2 ലൂപ്പുകളുടെയും ഇന്നർ ലൂപ്പിൻ്റെയും ഔട്ടർ ലൂപ്പിൻ്റെയും ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് വ്യത്യസ്തം ആയിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ i = 1, i <= 4 i++, ഫോർ j = 1, j <= i, j++, cout/t, j, cout/n. ഇവിടെ റെഡിൽ നൽകിയിരിക്കുന്നതാണ് ഔട്ടർ ലൂപ്പ്, ബ്ലാക്കിൽ നൽകിയിരിക്കുന്നതാണ് ഇന്നർ ലൂപ്പ് അല്ലേ? ഇത്രയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ടേബിളൊക്കെ വരച്ച് ഒന്ന് എഴുതി നോക്കാം അല്ലേ? ടേബിളിലെ കോളംസ് ആയിട്ട് നമ്മൾ നൽകുന്നത് ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ i, ഔട്ടർ ലൂപ്പിൻ്റെ ടെസ്റ്റ് എക്സ്പ്രഷൻ i <= 4, ലൂപ്പ് ബോഡിയിൽ ആദ്യം വരുന്നത് ഇന്നർ ലൂപ്പാണ്. അപ്പോൾ ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ j, ടെസ്റ്റ് എക്സ്പ്രഷൻ j <= i, ഇന്നർ ലൂപ്പിൻ്റെ ബോഡി cout/t, j, ഇന്നർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേഷൻ j++, ഔട്ടർ ലൂപ്പിൻ്റെ ബോഡിയിലുള്ള അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് cout/n, ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അപ്ഡേഷൻ. ഇത്രയും കോളംസ് ആണ് നമ്മൾ ടേബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിളായ i ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. i = 1, കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 1 <= 4 ട്രൂ ആണ്. ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ലൂപ്പ് ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും. j ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. j 1 ആയി സെറ്റ് ചെയ്യും. 1 <= i, ഐയുടെ വാല്യൂ 1 ആണ്. 1 <= 1 ട്രൂ ആണ്. ഇന്നർ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. j ഡിസ്പ്ലേ ചെയ്യും. jയുടെ വാല്യൂ 1 ആണ്. 1 ഡിസ്പ്ലേ ചെയ്യും. നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ ഇവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. 1 ഡിസ്പ്ലേ ചെയ്യും. ഇന്നർ ലൂപ്പ് കൺട്രോൾ വേരിയബിളായ j അപ്ഡേറ്റ് ചെയ്യപ്പെടും. jയുടെ ഇപ്പോഴത്തെ വാല്യൂ ആയ 1 2 ആയി മാറും. ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും. 2 <= 1 ഫോൾസ് ആണ്. ഇന്നർ ലൂപ്പിൻ്റെ പ്രവർത്തനം അവസാനിച്ചു. ഔട്ടർ ലൂപ്പിൻ്റെ പ്രവർത്തനം തുടരും. ഔട്ടർ ലൂപ്പിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? cout/n ആണ് അല്ലേ? നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് /n. അതിനുശേഷം എന്താണ്?
ഔട്ടർ ലൂപ്പ് ബോഡി കഴിഞ്ഞു. ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിളായ ഐ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 1 ആണ്. 1 + 1 2 ആയി മാറും. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 2 < ≤ 4 ട്രൂ ആണ്. ലൂപ്പ് ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യപ്പെടും. ജെ ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. ജെ 1 ആകും. 1 < ≤ ഐ. ഐയുടെ വാല്യൂ എന്താണ്? 2 ആണല്ലേ. 1 < ≤ 2 ട്രൂ ആണ്. ഇന്നർ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. 1 ഡിസ്പ്ലേ ചെയ്യും. ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ജെ 2 ആകും. വീണ്ടും കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 2 < ≤ 2 ട്രൂ ആണ്. വീണ്ടും ഇന്നർ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ജെയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യും. 2. ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടും. 3 ആകും. 3 < ≤ 2 ഫോൾസ് ആണ്. ഇന്നർ ലൂപ്പിൻ്റെ പ്രവർത്തനം കഴിഞ്ഞു. ഔട്ടർ ലൂപ്പ് ബോഡിയിലുള്ള cout/n എക്സിക്യൂട്ട് ചെയ്യപ്പെടും. നെക്സ്റ്റ് ലൈനിലേക്ക് വരും. ഔട്ടർ ലൂപ്പിൻ്റെ ബോഡിയും കഴിഞ്ഞു. ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിളായ ഐ അപ്ഡേറ്റ് ചെയ്യും. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 2 ആണ്. അതെന്തായി മാറും? 3 ആയി മാറും. വീണ്ടും കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 3 < ≤ 4 ട്രൂ ആണ്. വീണ്ടും ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ജെ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. 1 < ≤ 3 ട്രൂ ആണ്. 1 ഡിസ്പ്ലേ ചെയ്യും. ജെ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ജെ 2 ആകും. 2 < ≤ 3 ട്രൂ ആണ്. 2 ഡിസ്പ്ലേ ചെയ്യപ്പെടും. ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യും. 3 ആകും. 3 < ≤ 3 ട്രൂ ആണ്. 3 ഡിസ്പ്ലേ ചെയ്യപ്പെടും. ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടും. 4 ആകും. 4 < ≤ 3 ഫോൾസ് ആണ്. ലൂപ്പ് ബോഡിയുടെ പ്രവർത്തനം കഴിഞ്ഞു. ഔട്ടർ ലൂപ്പിലുള്ള cout/n അടുത്ത നെക്സ്റ്റ് ലൈനിലേക്ക് പോകുന്നു. ഔട്ടർ ലൂപ്പ് ബോഡിയും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഐയുടെ വാല്യൂ 3 ആയിരുന്നു. അതെന്തായി മാറും? 4 ആയി മാറും. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 4 < ≤ 4 ട്രൂ ആണ്. വീണ്ടും ഔട്ടർ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ജെ 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യപ്പെടും. 1 < ≤ 4 ട്രൂ ആണ്. 1 ഡിസ്പ്ലേ ചെയ്യും. ജെ 2 ആകും. 2 < ≤ 4 ട്രൂ ആണ്. 2 ഡിസ്പ്ലേ ചെയ്യും. ജെ 3 ആകും. 3 < ≤ 4 ട്രൂ ആണ്. 3 ഡിസ്പ്ലേ ചെയ്യും. ജെ 4 ആകും. 4 < ≤ 4 ട്രൂ ആണ്. 4 ഡിസ്പ്ലേ ചെയ്യും. ജെ 5 ആകും. 5 < ≤ 4 ഫോൾസ് ആണ്. ഇന്നർ ലൂപ്പ് ബോഡി കഴിഞ്ഞു. ഔട്ടർ ലൂപ്പിലുള്ള cout/n എക്സിക്യൂട്ട് ചെയ്യുന്നു. ലൂപ്പ് ബോഡി കഴിഞ്ഞു. ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ 4 ആണ്. ഐ 5 ആകും. കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യും. 5 < ≤ 4 ഫോൾസ് ആണ്. ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷനും ഫോൾസായി. ഔട്ടർ ലൂപ്പിൻ്റെയും പ്രവർത്തനം കഴിഞ്ഞു. ഔട്ടർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്? 1 1 2 1 2 3 1 2 3 4. എങ്ങനെയാണ് ഈ ഔട്ട്പുട്ട് വന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രയാങ്കുലർ രൂപത്തിലുള്ള പാറ്റേൺസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് നെസ്റ്റഡ് ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ ഈ ട്രയാങ്കിൾ പാറ്റേണിൽ എത്ര റോസ് വരുന്നുണ്ടെന്ന് നോക്കുക. റോ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 4 റോസ് ഉണ്ടല്ലേ. ഔട്ടർ ലൂപ്പ് അത്രയും തവണയാണ് വേരി ചെയ്യേണ്ടത്. ഇവിടെ ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഐ ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 1 മുതൽ 4 വരെ വേരി ചെയ്യുമ്പോൾ 4 റോ വരും. 1 മുതൽ 5 വരെ വേരി ചെയ്യുമായിരുന്നെങ്കിൽ എത്ര റോ വന്നേനെ? 5 റോസ് വന്നേനെ. ഇനി ഓരോ റോയിലും എത്ര തവണ ഡിസ്പ്ലേ ചെയ്യപ്പെടണം അത്രയും തവണയാണ് ഇന്നർ ലൂപ്പ് വേരി ചെയ്യേണ്ടത്. ഇവിടെ ആദ്യത്തെ റോയിൽ 1 തവണ, രണ്ടാമത്തെ റോയിൽ 2 തവണ, മൂന്നാമത്തെ റോയിൽ 3 തവണ. ഈ 1 2 3 എന്നൊക്കെയുള്ളത് ആരുടെ തന്നെ വാല്യൂ ആണ്? ഐയുടെ തന്നെ വാല്യൂ ആണ്. അതുകൊണ്ടാണ് ജെ ഐ ടൈംസ് വേരി ചെയ്യുന്നത്. ഐ 1 ആകുമ്പോൾ ജെ 1 ടൈം, ഐ 2 ആകുമ്പോൾ ജെ 2 ടൈംസ്, ഐ 3 ആകുമ്പോൾ ജെ 3 ടൈംസ്. ഇൻ ജനറൽ ഐ ടൈംസ് ആണ് ജെയുടെ വാല്യൂ വേരി ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ട്രയാങ്കിൾസ് എളുപ്പത്തിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഒരു എക്സാമ്പിൾ നോക്കുക. പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ ഫോളോയിങ് പാറ്റേൺ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ ട്രയാങ്കുലർ രീതിയിലുള്ള ഒരു പാറ്റേൺ, സ്റ്റാറിൻ്റെ ഒരു പാറ്റേൺ ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്? നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യും. നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വേരി ചെയ്യേണ്ടത് നമ്പർ ഓഫ് റോസിന് അനുസരിച്ചാണ്. ഇവിടെ എത്ര റോ ഉണ്ട്? 1 2 3 4 5 റോസ് ഉണ്ടല്ലേ. ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എവിടെ വരെ വേരി ചെയ്യണം? 1 മുതൽ 5 വരെ. ഐ ആണ് ഔട്ടർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എങ്കിൽ ഐ 1 മുതൽ 5 വരെ വേരി ചെയ്യണം.
ഇനി ഇന്നർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ വേരി ചെയ്യേണ്ടത് എത്ര ടൈംസ് ഓരോ റോയിലും ഡിസ്പ്ലേ നടക്കണമോ അത്രയും ടൈംസ്. ഓരോ റോയിലും എത്ര തവണ ഡിസ്പ്ലേ ചെയ്യണമെന്ന് നോക്കിയാൽ ഫസ്റ്റ് റോയിൽ 1 ടൈം, സെക്കൻഡ് റോയിൽ 2 ടൈംസ്, തേർഡ് റോയിൽ 3 ടൈംസ്, ഫോർത്ത് റോയിൽ 4 ടൈംസ്. അപ്പം ഈ റോയുടെ നമ്പറും നമ്പർ ഓഫ് ഡിസ്പ്ലേയും സെയിം ആണ് അല്ലേ. അപ്പോൾ എത്ര ടൈംസ് വേരി ചെയ്യണം? I ടൈംസ്. ജെയുടെ വാല്യൂ 1 മുതൽ I വരെ വേരി ചെയ്യണം. ഇനി എന്താണ് ഓരോ തവണ ജെയുടെ വാല്യൂ മാറുമ്പോഴും എന്താണ് ചെയ്യേണ്ടത്? സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ അറിയാമെങ്കിൽ നമ്മുടെ പ്രോഗ്രാം നമുക്ക് എളുപ്പത്തിൽ എഴുതാം. I, J എന്നിവയാണ് നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ഔട്ടർ ലൂപ്പാണ്. ഐയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യണം? 1 മുതൽ 5 വരെ വേരി ചെയ്യണം. ഇന്നർ ലൂപ്പ് ജെ സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ജെയുടെ വാല്യൂ 1 മുതൽ I വരെയാണ് വേരി ചെയ്യേണ്ടത്. ഓരോ റോയും ഇപ്പം ഒരു ഇന്നർ ലൂപ്പ് ഒരു തവണ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു റോ ഡിസ്പ്ലേ ആകും അല്ലേ. അപ്പോൾ ഓരോ റോയും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ ഔട്ടർ ലൂപ്പിൽ cout/n എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടുത്തണം. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു നിർത്താം. പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ ഫോളോയിങ് പാറ്റേൺ. തനിച്ചൊന്ന് എഴുതി നോക്കുക. ഇവിടെയും എങ്ങനെയാണ്? ഒരു ട്രയാങ്കുലർ ഫോമാണ്. നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് യൂസ് ചെയ്യും. ഐയും ജെയും ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് എങ്കിൽ ഐയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യണം? എത്ര റോസ് ഉണ്ടെന്ന് നോക്കുക. എത്ര റോസ് ഉണ്ട്? 5 റോസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഐയുടെ വാല്യൂ 1 മുതൽ 5 വരെ വേരി ചെയ്യണം. ജെ ആണ് ഇന്നർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് വിചാരിക്കുക. ജെയുടെ വാല്യൂ എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യണം? ഓരോ റോയിലും എത്ര തവണ ഡിസ്പ്ലേ നടക്കണം? എത്ര തവണ ഡിസ്പ്ലേ നടക്കണം? ഫസ്റ്റ് റോയിൽ 1 ടൈം, സെക്കൻഡ് റോയിൽ 2 ടൈംസ്, തേർഡ് റോയിൽ 3 ടൈംസ്, ith റോയിൽ I ടൈംസ്. അപ്പോൾ ജെയുടെ വാല്യൂ എവിടെ വരെ വേരി ചെയ്യണം? 1 to I. ഓരോ റോയിലും എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോയിൽ 1 ഡിസ്പ്ലേ ചെയ്യണം, സെക്കൻഡ് റോയിൽ 2 ഡിസ്പ്ലേ ചെയ്യണം, തേർഡ് റോയിൽ 3 ഡിസ്പ്ലേ ചെയ്യണം, ith റോയിൽ I ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്? I. അപ്പോൾ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പ്രോഗ്രാം എഴുതാനായിട്ട്. അപ്പോൾ എളുപ്പമാണ്. ഇവിടെ നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെയാണ്. ഐയും ജെയും ആണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ്. ഔട്ടർ ലൂപ്പ് ഐയുടെ വാല്യൂ 1 മുതൽ 5 വരെ വേരി ചെയ്യണം. ഇന്നർ ലൂപ്പ് ജെയുടെ വാല്യൂ 1 മുതൽ I വരെ വേരി ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്? ഐ എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് റോയിൽ ഐയുടെ വാല്യൂ 1 ആണ്, 1 ഡിസ്പ്ലേ ചെയ്യണം. സെക്കൻഡ് റോയിൽ ഐയുടെ വാല്യൂ 2 ആണ്, 2 ആണ് റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ cout I എന്ന് കൊടുത്താൽ മതി. ഓരോ റോ കഴിയുമ്പോഴും നെക്സ്റ്റ് ലൈനിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഔട്ടർ ലൂപ്പിൽ cout/n എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഔട്ടർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. പ്രോഗ്രാം അവസാനിച്ചു. അപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ലൂപ്പ് ബോഡിയിൽ മറ്റൊരു ലൂപ്പ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് വിളിക്കും. ഓക്കെ.